അപ്പോൾ 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിനൊടുവിലാണ് നമ്മൾ ഒരുപാട് നാളെ കേൾക്കുന്നുണ്ട് SFI, ഒരുപാട് നാളെ കേൾക്കുന്നുണ്ട് മാസപ്പടി. അപ്പോൾ അന്ന് തുടങ്ങിയ 24 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിനൊടുവിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFI കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡും രജിസ്ട്രാർ ഓഫ് കമ്പനീസും ശരിവെച്ച കാര്യങ്ങൾ SFI അന്വേഷണത്തിലും തെളിയുകയാണ്. കേസിന്റെ നാൾവഴികളിലൂടെ CMRL കമ്പനിയിൽ നിന്ന് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് നൽകാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയെന്ന ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന്റെ തുടക്കം. 2023 ഓഗസ്റ്റ് 8 വീണയ്ക്ക് CMRL നിന്ന് 3 വർഷത്തിനിടെ 1.72 കോടി രൂപ ലഭിച്ചുവെന്നും ഈ പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണെന്നും ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ന്യൂഡൽഹി ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു. 2024 ജനുവരിയിലാണ് എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത്. CMRLും എക്സാലോജിക് കമ്പനിയും തമ്മിൽ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് നൽകി. പണമിടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അന്വേഷിക്കേണ്ട കുറ്റകൃത്യമാണെന്നും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ ബംഗളൂരു ROC വ്യക്തമാക്കി. 2024 ജനുവരി 31 വീണയുടെ കമ്പനിയുടെ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുന്നത്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് ഫെബ്രുവരിയിൽ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഹർജി തള്ളി. CMRL കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് 8 സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൂടി SFIക്ക് കൈമാറി BJP നേതാവ് ഷോൺ ജോർജ് കേസിലെ പ്രധാന ഹർജിക്കാരനായി. എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും SFI 2024 മാർച്ചിൽ നോട്ടീസ് അയച്ചു. കേസിൽ അന്വേഷണം തുടർന്ന SFI ഇന്നലെ എറണാകുളം ജില്ലാ കോടതി 1 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ഇനി പ്രതികൾക്ക് സമൻസ് അയച്ച് ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് ആ കേസിന്റെ നാൾവഴി. എങ്ങനെയാണ് തുടങ്ങിയത്, എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.